ഹലോ എവരിവൺ, മറ്റുള്ള വിഷ്ണു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി പ്രോട്ടീനൊക്കെ ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ പക്കോടയുടെ റെസിപ്പി ഇട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാനിത് 2 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റ് ഒരു സവാളയും കൊണ്ട് മാത്രം ഇത്രയധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ള 2 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റ് ഒരു സവാളയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വെജിറ്റബിൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ അതുപോലെ തന്നെ ക്യാബേജ് ഇതൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയാണ് ഇത്ര വെജിറ്റബിൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനകത്തേക്ക് ഞാൻ ലേശം മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള പൊടികൾ എന്ന് പറയുന്നത് 1/2 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് മൈദപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ബ്രെഡ് ക്രംസും കൂടി ചേർത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഓപ്ഷനിലാണ് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചേർത്തതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്ന് പറയുന്നത് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ആവശ്യത്തിന് ചേർക്കുക, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. അതിനുശേഷം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ വെജിറ്റബിളിൽ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കൈ വെച്ച് കുഴച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, ഒന്ന് സെറ്റ് ആവാൻ. കാരണം ബ്രെഡ് ക്രംസും ആ പൊടികളൊക്കെ കൂടി ഒന്ന് വെജിറ്റബിൾ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഓയിൽ ചൂടാക്കി നന്നായി ഓയിൽ തിളച്ച് വന്ന ശേഷം സ്പൂണും കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ വെറുതെ കോരിയിടുക ചെയ്തത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഷേപ്പിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ വെറുതെ സ്പൂണും കൊണ്ട് അങ്ങ് കോരിയിട്ട് അത് കാണാനും നല്ല ഭംഗിയായിരിക്കും ഉണ്ടായി വരുമ്പോൾ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി. കാരണം മുക്കിപ്പൊരിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. വെറുതെ സ്പൂൺ കൊണ്ട് അങ്ങ് കോരിയിടുകയാണ്, ഷേപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. കാരണം 2 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ഒരു സവാളയും മാത്രമേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിൽ എനിക്ക് ഉണ്ടായിരുന്നു സാധനങ്ങൾ. അപ്പോൾ വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്, നമ്മൾക്കും ഭയങ്കര മടിയാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു കോളിഫ്ലവറും അതുപോലെ തന്നെ ക്യാബേജൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് വിശന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താണ് ഇങ്ങനെ ഒരു ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഈ 2 ആയതുകൊണ്ട് ഇതുണ്ട്. പക്ഷേ ഇത് 2 ഉള്ളൂവെങ്കിലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സൊക്കെ ആഡ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം. നാളെ ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.